ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് ജാമ്യം നിഷേധിച്ച് കോടതി 14 ദിവസം റിമാൻഡിൽ. നടി ഹണി റോസിനെതിരെയുള്ള വിവാദ പരാമർശന കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചു കോടതി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് ബോച്ചയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്തു. എന്നാൽ കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കോടതി ഉത്തരവിനു പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വസ്ഥ്യമുണ്ടായി. ബോച്ചെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു ജാമ്യ ഹർജിയിൽ പ്രതിഭാഗത്തിന്റെ വാദം. ബോബി ചെമ്മണ്ണൂരിന് നേരെയുള്ള ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നും എന്തുകൊണ്ടാണ് നടി പരാതി നൽകാൻ ഇത്ര വൈകിയതെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള കോടതിയിൽ വാദിച്ചു. പരാതിക്ക് അടിസ്ഥാനമായ ഉദ്ഘാടന ചടങ്ങിന് ശേഷവും ബോച്ചയും ഹണി റോസും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. പിന്നീട് മറ്റൊരു പരിപാടിയിലും ഇരുവരും ഒന്നിച്ച് പങ്കെടുക്കുകയും ചെയ്തു. ഈ പരാതികൾക്ക് പിന്നിൽ നടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളാവാം എന്നതാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള കോടതിയിൽ വാദിച്ചത്. നടിയുടെ അടുത്തിടെ ഇറങ്ങാനിരിക്കുന്ന റേച്ചൽ എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായാണോ ഈ ആരോപണം ഉന്നയിക്കൽ എന്നും ബി രാമൻപിള്ള അഡ്വക്കേറ്റ് കോടതിയിൽ വാദിച്ചു. അതിനുശേഷമാണ് നിർണായകമായ ബോച്ചയ്ക്കെതിരെയുള്ള ഈ വിധി പുറത്തുവരുന്നത്. പൊതുജനമധ്യത്തിൽ നടിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി, നടിയുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു, ദൃശ്യമാധ്യമങ്ങളിലൂടെ തുടരെ അപമാനിക്കുകയും ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാന പരാതികൾ. ഇതേ തുടർന്ന് ജാമ്യം നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇതേ തുടർന്നാണ് ബോച്ചയ്ക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്.